പച്ചമുളക്, ക്യാരറ്റ്, കുരുമുളക്, വെളുത്തുള്ളി, പപ്പടം. ദൈവമേ, കർപ്പൂരം ഒഴിച്ച് ബാക്കി എല്ലാം മേടിക്കണം. ഈ DIC എന്താണ് നിനക്ക് തീർന്നിട്ട് പറയാതിരുന്നു? ഇന്നതൊക്കെ ആരെങ്കിലും മറിച്ചു വെക്കണ്ടോ ദൈവമേ? സാമ്പോയി ചേച്ചി വന്നോ? ആ എടാ, എനിക്ക് ഇപ്പോഴാണ്ടോ നിന്നോട് ഇത്രയും മതിപ്പൊക്കെ തോന്നി തുടങ്ങിയത്. എടാ ചേച്ചി അടിപൊളിയാടാ, വർക്കൊക്കെ വെറുതെ റോക്കറ്റ് സ്പീഡിലാണ്. നീ ഒന്ന് അകത്ത് പോയി നോക്കി അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നിന്റെ കക്കൂസ് കഴിയുന്ന ചേച്ചിക്ക് എന്തെങ്കിലും കൂടുതൽ കൊടുക്കണം. അത് ഞാൻ കൊടുക്കൂലടാ, നീ തന്നെ കൊടുക്കണം. അതൊന്നും കുഴപ്പമില്ല, കൊടുക്കാം. എന്തായാലും കാര്യങ്ങൾ സെറ്റ് ആയല്ലോ. നീ എങ്ങോട്ട് പോകണം? ഞാൻ ചേച്ചി സാധനങ്ങൾ മേടിക്കാൻ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവനോട് പോയി അവന്റെ കുഴമ്പ് മേടിക്കാൻ പോണെന്ന് പറഞ്ഞ് പോയതാ. ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് വരാം, നീ ചെല്ല്. എന്നിട്ട് മാജിക്കാണ്. ബേബി ചേച്ചി, ബേബി ചേച്ചി, ബേബി ചേച്ചി, ബേബി ചേച്ചി, ബേബി ചേച്ചി. നിനക്ക് ഞാൻ ഈ തറ തുടക്കുന്ന കണ്ടുകൂടാ? കണ്ടുടാ. അല്ല, കാണാം. എന്നിട്ട് നീ ഇനി ഈ ഉണങ്ങാത്ത തറയിലോട്ട് ചെളി മുഴുവൻ ചവിട്ടി കയറ്റി ഞാൻ പിന്നെ കഴുകണ്ടേ? എന്നാ ഇവിടെ കിടന്ന് അധികം ചെളിയാക്കാതെ ഇറങ്ങിപ്പോ. ഇനി ഇതെങ്ങാണ് ഉണങ്ങുന്നതിന് മുമ്പ് ഇങ്ങോട്ടെങ്ങാണം കേറിയാ നിന്റെ 2 മുട്ടുകാരുണ്ടല്ലോ, 2 ഞാൻ തല്ലി ഓടിക്കും. കേട്ടോ കേട്ടോ? നീ എന്ത് പൊട്ടനാണോടാ? നിനക്ക് ചെവി കിട്ടൂടെ? കേട്ടോ? എന്നാ ഇറങ്ങിപ്പോയി അപ്പുറത്തെങ്ങാണോ ഇരിക്കും. ഇങ്ങനെ ഈ വരാൻ പോകുന്ന പുള്ളി ഉണ്ടല്ലോ, ചില്ലറ ഐറ്റല്ല. അദ്ദേഹം രാംഗോപാൽ വർമ്മയുടെ ഒക്കെ കാസ്റ്റിംഗ് ചെയ്യുന്ന ആളാണ്. വലിയ ആളാണല്ലേ? ആ, പുള്ളിക്ക് ബോംബെയിൽ അറിയാത്ത സ്ഥലങ്ങളില്ല, താഴ്ത്തത് പരിചയമില്ലാത്ത ഗുണ്ടകളുമില്ല. അപ്പം ആളും കുട്ടിയാണോ? ആയിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ഫീൽഡിലില്ല. നീ അങ്ങേരോട് വളരെ സൂക്ഷിച്ചൊക്കെ വേണം പെരുമാറാൻ. കാരണം പുള്ളിക്ക് മൂക്കത്താണ് മറ്റേ മൂക്കത്തുള്ള ആ സാധനത്തിന് ശുണ്ടി കിണ്ടി, അത് തന്നെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷെ നീ അങ്ങനെ പേടിക്കണ്ട, കാര്യം എന്നെ വലിയ കാര്യമാണ്. കുടിച്ചോ കുടിച്ചോ. പുള്ളിയുടെ പേരെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേര് ബോംബെ സുധി അഥവാ പപ്പാനി സുധി. ചേട്ടാ, സുധി. അയ്യോ, വെളുപ്പിനെ പോയി നാലമ്പല ദർശനം ചെയ്തു. ദോഷങ്ങളൊക്കെ മാറാൻ നന്നായി പ്രാർത്ഥിച്ചു. വിളിച്ചാ വിളിയേക്കുന്ന ദേവിയാണേ. ഇതാ പ്രസാദം. നിങ്ങൾക്കിത് എന്ത് പറ്റി ബോംബെ ചോദിച്ചേട്ടാ? ഞാൻ എൻ്റെ സമയം അങ്ങോട്ട് നോക്കിച്ചു, നല്ലൊരു കണിയാനെ കൊണ്ട്. ശനിയുടെ അപാരണ്ടേ നന്നായിട്ട്. വെറുതെ അല്ല, ഞാനും ഓർത്തു എനിക്കും പ്രശ്നം, എൻ്റെ കൂടെയുള്ളവർക്കും പ്രശ്നം. ഇപ്പൊ എനിക്കും പ്രശ്നമായി. പ്രശ്നത്തിന് പരിഹാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ വെച്ചടി കയറ്റായിരിക്കും. നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ, ബോംബെ ചോദിച്ചേട്ടാ. എന്താ ചേട്ടാ? എടാ, നീ എന്തൊക്കെയാ പൊട്ടായി കാണിക്കുന്നത്? ആ വന്നവനെ കണ്ട? അവനെ നിന്റെ ഗ്യാങ്ങിൽ ചേർക്കാൻ പുതിയൊരാളെ സെറ്റാക്കി വെച്ചാണ് ഞാൻ. നീ വലിയൊരു ആന ഗുണ്ടയാണെന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ട് കംപ്ലീറ്റ് നശിപ്പിക്കുമല്ലോ നീ. ചേട്ടാ, ഇതൊക്കെ വെറും ഷോയാ, വെറും പ്രഹസനം. ആ മണ്ടം പോലീസുകാരെ പറ്റിക്കാൻ. ഞാൻ പഴയ തല്ലുവിളി തന്നെയാ. ചേട്ടൻ പറ, ഞാൻ എന്നാ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട, നീ അവനൊന്ന് ഇന്റർവ്യൂ ചെയ്. വലിയൊരു ഗുണ്ടയാവണമെന്നാണ് അവന്റെ ആഗ്രഹം. അയ്യോ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ വേറെ വല്ലവരുടെ കൂടെ വിടും. എനിക്ക് വയ്യ അവൻ്റെ കൂടെ ചെലവെടുക്കാൻ. അയ്യോ, നീ ചെലവൊന്നും എടുക്കണ്ട, നീ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂ ചെയ്. ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നത് നീ ഒരു കൊമ്പൻ സ്രാവാണെന്നാണ്. കൊമ്പൻ സ്രാവ്. കൊമ്പൻ സ്രാവ്? ആ, തുടങ്ങാം. ശരി സാർ. എടാ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മാ. സാമേ, മനുഷ്യനായി ഇമ്മാരി മടി പാടില്ലട്ടാ. കാര്യം നമ്മളവരെ ശമ്പളം കൊടുത്താണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നും പറഞ്ഞ എല്ലാ ജോലി അവരെ കൊണ്ടെടുപ്പിക്കണം. ഇവിടെ വാ, ഇവിടെ വാ, എണീക്ക് വാ. നീ അങ്ങോട്ട് പോകുമ്പോണോ? എന്താ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എടാ, ഞാൻ നേരത്തെ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ അവരുടെ മുറി ക്ലീൻ ചെയ്യായിരുന്നു. ഞാൻ അവിടെ നടന്നെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ചെവിയിലൊക്കെ പിടിച്ച് എന്നെ തല്ലിയടാ അവര്. പോടാ, തല്ലിയതൊന്നും ആയിരിക്കില്ല, തള്ളിയതായിരിക്കും. എനിക്ക് നല്ല വേദനയൊക്കെ ഉണ്ട്. പിന്നെ അവരും തൊട്ടപ്പോൾ നീ അങ്ങോട്ട് ഉരുക്കിപ്പോയി. പിന്നെ വഴക്ക് പറഞ്ഞുണ്ടാവും. അതിപ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? തുടച്ചോണ്ടിരിക്കണതിന്റെ മോളിൽ കൂടി നടന്നാൽ എനിക്കാണെങ്കിലും ദേഷ്യം വരും. അതിന് നീ എപ്പോഴാണ് തുടച്ചിട്ടുള്ളത്? അല്ല, ഞാൻ തുടച്ചിട്ടില്ല. പക്ഷെ
എടാ സാമേ, അവർ നിന്നെ ചിലപ്പോൾ ഒരു അനിയനെ പോലെ ഇരിക്കും കണ്ടിരിക്കുന്നു. നിന്റെ പ്രശ്നം എന്താ അറിയോ? നീ ആൾക്കാരെ കാണാത്താണ്. ആ ഒന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എടാ അവരിവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ലേ, എനിക്കൊരു എൻ്റെ അമ്മയെ പോലെയാണ് തോന്നുന്നത്. ആ ഞാൻ ഒന്ന് കൊണ്ടേ കൊടുക്കട്ടെ. ബേബി ചേച്ചി ചെല്ല് ചെല്ല്. ഞാനെന്താ വന്നു. ഇതെന്തുവാടാ ഇത്? മാട് പോലെ വളർന്നിട്ട് നിനക്ക് നല്ല പച്ചക്കറി നോക്കി വാങ്ങി അറിഞ്ഞൂടെ? നോക്കിയായിരുന്നു. നോക്കിയായിരുന്നോ? ഇതെന്തുവാ ഇത്? എന്തുവാ? മുരിങ്ങയ്ക്ക് ഇത് ഒളിച്ചാണോ വാങ്ങിച്ചോണ്ട് വരുന്നത്? ഒളിക്കാതെ വാങ്ങിച്ചോണ്ട് വരണം കേട്ടാ. ഞങ്ങളെപ്പോഴും അങ്ങനെ വാങ്ങിക്കും. കറിവേപ്പില എടാ, ഇതിന്റെ ഇല കണ്ട അറിയത്തില്ല ഇത് മുഴുവൻ വിഷമാണെന്ന്. ഞാൻ നിനക്ക് എന്തൊക്കെ വാഴക്കുണ്ടാക്കി തരുന്നേ. ഈ തക്കാളി കണ്ടോ ഇവിടെ കീറിയിരിക്കുന്നത്. എടുത്തോട്ട് വാടാ. എന്നാ ഇതെല്ലാം കൊണ്ടുപോയി വേറെ വാങ്ങിച്ചോട്ട് വാ. പോ പോ. എന്താടാ എന്ത് പറ്റി? എടാ ഈ പച്ചക്കറിയൊക്കെ ചീഞ്ഞാന്ന് പറഞ്ഞ കുറെ ചീത്ത പറഞ്ഞടാ. എന്നിട്ട് ഇതൊക്കെ മാറ്റി മേടിച്ചോണ്ടിരാൻ പറഞ്ഞു. എന്റെ ദേഹത്ത് എന്താടാ പാടൊക്കെ ഉണ്ടല്ലോ? എടാ നമ്മള് മുരിങ്ങ മുറിച്ചല്ലടാ മേടിക്കുന്ന സാമ്പാർ ഇടാനായിട്ട്. അത് മുറിച്ച് മേടിച്ചെന്ന് പറഞ്ഞ അവരതൊക്കെ വെച്ച് തന്നെ എറിഞ്ഞടാ. അവരെല്ലാം മുഴുവനായിട്ട് അരിയും പുഴുകണത്. ഇതെന്താടാ ചോരയാണോ? അത് തക്കാളിക്ക് എറിഞ്ഞാണ്. എന്തോ കുഴപ്പമുണ്ടല്ലേ? ആ